ഹായ് ഗായ്സ്. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മളിന്ന് ചെറി ബ്ലോസം കാണാൻ പോവാണ്. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം സിഗ്നലിൽ കിടക്കുവാണ്. പക്ഷേ എനിക്കിവിടെ ക്യാമറ വെക്കാനുള്ള സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റിയറിംഗിൻ്റെ അകത്തൂടെ അവിടെ വെച്ചേക്കാണ്. ഇങ്ങനൊരു ക്യാമറ ആംഗിൾ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. സാരമില്ല, ഞാനൊരു സ്റ്റാൻഡ് മേടിക്കുന്നതായിരിക്കും. അപ്പോൾ ആസ് ഐ സാഡ്, നമുക്ക് ഇവിടെ ഒരു ഏപ്രിൽ ടു ഏർലി മെയ് ഒക്കെയാണ് ഈ ചെറി ബ്ലോസത്തിൻ്റെ ടൈം. അപ്പം ഞാൻ ഇതുവരെ പോയില്ല ഫോർ ദ സീസൺ. ലാസ്റ്റ് ഇയർ ഞാൻ പോയതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആയിട്ട് എനിക്കിന്ന് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചെറി ബ്ലോസം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. സോ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. എനിക്ക് ഇൻട്രോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു കോൾ വന്നു, വേണ്ടി നമുക്ക് ചെറി ബ്ലോസം കാണാൻ പോകും. യെസ്, ഓഫ് കോഴ്സ്. പെട്ടെന്ന് തന്നെ ആ കോൾ കഴിഞ്ഞപ്പോൾ കുളിച്ച് റെഡിയായി മേക്കപ്പ് ഇട്ട് ഡ്രസ്സിട്ട് ഇറങ്ങാനുള്ള സമയം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഹൈ പാർക്കിലേക്കാണ് വന്നേക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ ഗ്ലാസ് ഭയങ്കര ഡോട്ടിയാണ്, അതുകൊണ്ട് നിങ്ങളെന്നെ എക്സ്ക്യൂസ് ചെയ്തേക്ക്. സോ ഇവിടെ GTA ഉള്ളവർക്ക് അറിയാം, ലൈക്ക് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും. ഹൈ പാർക്കിലാണ്. ലാസ്റ്റ് ഇയറും ഞാൻ ഇവിടെയാണ് വന്നത്. ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ചെറി ബ്ലോസം എക്സ്പ്ലോർ ചെയ്ത് നടക്കാൻ പറ്റും. നല്ലൊരു പാർക്കാണ്. സോ ലെറ്റ്സ് സീ. അപ്പം നമുക്കിന്ന് എന്തായാലും പോയി നോക്കാം. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇനി അവിടെ എനിക്ക് ഫ്ലവേഴ്സ് ഉണ്ടോ, ഈ കൊല്ലത്തെ നമ്മുടെ ചെറി ബ്ലോസം എങ്ങനെയുണ്ടെന്ന്. സോ അവിടെ കാണുന്നതാണ് ഹൈ പാർക്ക്. ഇവിടെ നമ്മൾ ഈ ട്രോണോ ഏരിയയിൽ വന്നാൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഈ വണ്ടിയുടെ സൈഡിലെല്ലാം, ഈ റോഡിന്റെ സൈഡിലെല്ലാം ഇങ്ങനെ വണ്ടികൾ കാണും. സൂക്ഷിച്ച് കണ്ട് മോടിച്ചില്ലെങ്കിൽ അവർ നമ്മുടെ നെഞ്ചെത്തിക്കും. ജസ്റ്റ് ലൈക്ക് നമ്മൾ കൊച്ചിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന പോലെ. ഓക്കെ ഗായ്സ്, അപ്പം അങ്ങനെ സക്സസ്ഫുള്ളി അവിടെ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. നിങ്ങളെ ഇന്ന് ഞാൻ എന്തായാലും ചെറി ബ്ലോസം കാണിച്ചിരിക്കും. ഹൈ പാർക്കിൽ ചെറി ബ്ലോസം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, അവിടെ പാർക്കിംഗ് ക്ലോസ്ഡ് ആണ്. പിന്നെ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോയി നോക്കാം. പക്ഷേ ഇച്ചിരിയെങ്കിലും എവിടെയെങ്കിലും ഞാൻ നിങ്ങളെ ഇന്ന് ചെറി ബ്ലോസം കാണിച്ചിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത സ്പോട്ട് തപ്പി ഇറങ്ങിക്കോണം. ബേസിക്കലി ഗൈസ് ഈ സംഭവമാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോയി നോക്കാം. ഇതാണ് നമ്മൾ ഇന്ന് വരേണ്ടിയിരുന്ന ഹൈ പാർക്ക്. പക്ഷേ അവിടെ ഗാർഡ്സ് ഒക്കെ നിൽക്കുന്നുണ്ടോ? എനിക്കൊന്നും അവിടെ ഗാർഡ്സ് എപ്പോഴും കാണുമായിരിക്കും. പക്ഷേ അതിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ലൈക്ക് റോഡ് ക്ലോസ്ഡ് എന്ന്. പിന്നെ പാർക്കിങ്ങും കിട്ടാൻ പാടാം. എനിക്ക് എന്ത് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല. ഓ മൈ ഗോഡ്, എന്തിനാണ് സ്റ്റാൻഡ്? ഞാനിവിടെ ഒരു സ്റ്റാൻഡ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിലെത്തണം. അതിന് മറ്റേ ഇപ്പൊ ഞാൻ റീൽസിലൊക്കെ മറ്റേ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. മറ്റേ യു ടേൺ എടുക്കാൻ വേണ്ടി തിരിഞ്ഞ് കൊച്ചിയിൽ പോയി മറ്റേ അടുത്ത ജില്ലയിലൊക്കെ എത്തി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതുമാതിരി തന്നെയാണ് ഇവിടെ ഞാൻ ഇനി യു ടേൺ എടുക്കാൻ എവിടെ വരെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ലെറ്റ്സ് സീ. അതാണ് നമ്മൾ എത്തേണ്ട ഇടം. അവിടെയും ഗായ്സ് അങ്ങനെ ചെറി ബ്ലോസം ഒന്നുമില്ല. ഐ തിങ്ക് അറിയില്ല, എവിടെ അങ്ങനെ കാണുന്നൊന്നുമില്ല. പാർക്കിലും അധികമൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം എനിക്ക് നിങ്ങൾ ഇത്തവണ ചെറി ബ്ലോസം കാണിക്കാൻ പറ്റില്ലേ? നോട്ട് ഷുവർ, ലെറ്റ്സ് സീ. ആൻഡ് ഇന്നിവിടെ ഗ്യാസ് നോക്കണ്ട, പക്ഷെ 10 ഡിഗ്രിയാണ്. ഗ്യാസ് അടിക്കണം. ഞാൻ മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ മേഘം കണ്ടോ, കാർ മേഘം. ഐ ലവ് ഇറ്റ്. എനിക്ക് ഈ സമയത്ത് ഡ്രൈവ് പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ എന്തായാലും ചെറി ബ്ലോസം തപ്പി ഇറങ്ങിയ സ്ഥിതിക്ക് എവിടെ പോയി കാണാൻ പറ്റും? മൈ ഗോഡ്, ചെറി ബ്ലോസം തപ്പി ഇറങ്ങി നമ്മളിപ്പോൾ ബീച്ച് കണ്ട് തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് ഒരു ഓഫ് ഡേ, മേ ബി പാരൻസിനൊക്കെ അവർ വന്നിട്ട് പിള്ളേരൊക്കെ ആയിട്ട് ചില്ല് ചെയ്ത് ഹാപ്പി ആയിട്ട് അങ്ങനത്തെ മൊമെന്റ്സ്. ആൻഡ് ഈ ഒരു വ്യൂവും അവിടെ ആക്ച്വലി ഞാൻ നോക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വെള്ളം തെറിക്കുന്ന കണ്ടോ, വെള്ളമൊക്കെ തെറിച്ച് പക്ഷികളൊക്കെ പറന്നു പോന്നു. ഇവിടെ ആക്ച്വലി വിൻ്റർ കഴിഞ്ഞ ഉടനെ തന്നെ ഈ റോഡ് സൈഡിലെല്ലാം നമുക്ക് ഇതുപോലെ ബൈക്ക് സ്റ്റേഷൻസ് കാണാൻ പറ്റും. ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പെർ മിനിറ്റ് അല്ലെങ്കിൽ പാസ് പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ കോയിൻ ഉപയോഗിച്ചോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വെറുതെ ആയിപ്പോയി ഗൈസ്, ഇത്രയും കെട്ടി ഒരുങ്ങി വന്നത് വെറുതെ ആയിപ്പോയി.
അങ്ങനെ അധികം ചെറി ബ്ലോസം അങ്ങനെ ഫ്ലവേഴ്സ് ഒന്നും കാണാനൊന്നും ഇല്ല. എല്ലാം ഇങ്ങനെ ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. മേ ബി ലൈക്ക് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും ഓർ മേ ബി ഇൻ 2 days ചിലപ്പോൾ കുറച്ചുകൂടെ സെറ്റ് ആവുമായിരിക്കും. ബട്ട് ഐ തിങ്ക് ഒരു നെക്സ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വന്നപ്പം ലൈക്ക് എല്ലാം ഇങ്ങനെ ആ മരത്തേലെല്ലാം ഇങ്ങനെ ആ ഒരു പിങ്കിഷ് വൈറ്റിഷ് ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. ലൈക്ക് ഫുൾ ആ ഒരു ഇതെല്ലാ ഫ്ലവേഴ്സും പൂത്തുലഞ്ഞ് നിന്നാലേ നമുക്കത് കാണാൻ വലിയ ഭംഗിയുള്ളൂ. സോ ഇപ്പൊ ഹൈ പാർക്കിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇതാണ് ഞാൻ കാണിച്ചത്. അതിന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഫുൾ ഗ്രീനറിയാണ്. അവിടെയും പ്രത്യേകിച്ച് അങ്ങനെ ഈ ചെറി ബ്ലോസം ആയിട്ട് കാണാനൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വരവ് എന്തായാലും ഫ്ലോപ്പ് ആയിപ്പോയി. പിന്നെ അന്യായ തണുപ്പായിരുന്നു. പിന്നെ ഈ ഒരു തണുപ്പിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഓടിപ്പോയി എടുക്കാനുള്ളൊരു ശേഷിയും പറ്റിയില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊരു വിഷമം വന്നാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ. ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ എന്ത് സങ്കടം വരും. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ നമ്മൾ തനിമയിലേക്കാണ് പോകുന്നത്. അവിടെ പോയി നല്ല തനിമയോടെ നല്ല മലയാളി ടച്ചുള്ള ചായയും പരിപ്പുവടയും അങ്ങനെയുള്ള ലൈക്ക് നമ്മുടെ കേരള സ്നാക്സ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇനി അവിടെ ചെന്നിട്ട് നോക്കാം അവിടെ എന്താണ് ഉള്ളത് എന്ന്. ഞാനിന്ന് എന്തായാലും നിങ്ങളെ ചെറി ബ്ലോസം കാണിക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു, നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ആക്ച്വലി അത് ഫുൾ ബ്ലൂം ചെയ്തിങ്ങനെ നിൽക്കുന്ന കാണുവാണ്. എല്ലാ മരത്തിലും ആ റെഡും വൈറ്റും ഒക്കെ ആയിട്ട് ഫുൾ ബ്ലൂം. ആ ഒരു സംഭവം ആ ഒരു സമയത്ത് വന്ന് കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. എസ്പെഷ്യലി ഈ ചെടികളും പൂവും കായും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ യു വിൽ ലവ് ഇറ്റ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ്. പണ്ട് നമ്മൾ ഈ സിനിമയിലെ കണ്ട പോലെ, അല്ലെങ്കിൽ ഫെയറി ടെയിൽ. എനിക്ക് അങ്ങനെയൊക്കെ കേട്ടോ. ആക്ച്വലി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കുറച്ച് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ലൈക്ക് ഡ്രസ്സ് പാസൻ ഇങ്ങനെ ഒരു ഗൗൺ ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പിൽ വരുവാണെങ്കിലോ യു വിൽ ഫീൽ സോ ഡിഫറെൻറ്റ്. ഭയങ്കര ഒരു പ്രിൻസസ് എന്നല്ല, പക്ഷെ ഒരു ഫെയറി ടെയിൽ മാതിരി അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ വരും. അപ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിൽ പാട്ടും വെച്ച് അത് കേട്ടിങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുമ്പോഴോ ഇറ്റ്സ് ലൈക്ക് എ വൗ. ഞാൻ പറഞ്ഞു വന്നത് ഈ ചെറി ബ്ലോസം ഒക്കെ ആണെങ്കിൽ ഇത് വൺസ് ഇൻ എ ഇയർ വരുന്ന ഈ ഒരു സീസണിൽ വരുന്ന ഒരു കാര്യം. അതൊക്കെ ഒരു തവണ കാണുമ്പോഴും ഭയങ്കര നമുക്ക് സന്തോഷം തോന്നും. എനിക്കങ്ങനെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഫീല്. എവറി ടൈം ഐ സീ എനിക്ക് അങ്ങനെയുള്ളൊരു സന്തോഷമുള്ള കൂട്ടത്തിലാണ്. സോ അതിൻ്റെ നമുക്ക് ഈ സീസണലായിട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിലും ഈവൻ നമുക്ക് ഈ നയഗ്രയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ആദ്യമേ എനിക്കിതിനൊക്കെ ഞാൻ ഭയങ്കര റിലേറ്റഡ് ആയിരുന്നു. എനിക്കിതൊക്കെ ചെയ്യാൻ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു. ഓക്കെ, എല്ലാവരും പോയി ചെയ്യുന്നു, എല്ലാവരും ഇത് ചെയ്യുന്നു, എല്ലാവരും എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ള രീതിയിൽ. ഇപ്പം ഈ പൂവും ചെടിയും കായും ഇതൊക്കെ പോയി കണ്ടിട്ട് എന്ത് കിട്ടാൻ? ഇപ്പോൾ സ്ട്രോബെറി പിക്കിങ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ, പിന്നെ ഞാനിതിന് പോയിട്ട് പറിച്ചെടുക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ ആയിരുന്നു എനിക്ക് പണ്ട്. ആപ്പിൾ പിക്കിങ് എന്ത് കാര്യത്തിന് ഞാൻ ആപ്പിൾ കഴിക്കാറ് പോലില്ല, പിന്നെ ഞാനിതിന് ആപ്പിൾ പിക്കിങ്ങിന് പോകണം. ബട്ട് ദീസ് ആർ ഓൾ കൈൻഡ് ഓഫ് ലൈക്ക് യു നോ എക്സ്പീരിയൻസസ്. ആൻഡ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മുടെ നാട്ടിലാണ് ആക്ച്വലി ഒരു ഫാമിലി ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, ആ ഒരു ഫാമിലി റിലേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നാട്ടിലാണെന്ന് പറയും. ബട്ട് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ഇവിടെയാണ് ആക്ച്വലി കുറച്ചും കൂടെ അവർ എഫേർട്ട് ഇട്ട് ഒരു ഫാമിലി ബോണ്ടിങ്ങിന് വേണ്ടി കുറച്ചും കൂടെ അവർ എഫേർട്ട് ഇടുന്ന മാതിരി എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ വർഷം ഇത്തവണ ഇപ്പം ഇന്ന് വന്നിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റിയില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമുക്ക് ഇങ്ങനെയുള്ളതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ പോകുന്ന കാര്യങ്ങളെല്ലാം നടക്കണം എന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ജീവിതം പോകണം എന്നില്ല. ഇന്ന് ഞാൻ ചെറി ബ്ലോസം കാണണം എന്ന് വിചാരിച്ചു, പക്ഷെ എനിക്കിത് കാണാൻ പറ്റിയില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് ടു അക്സെപ്റ്റ്. കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനു പിന്നെ ഈ വ്ളോഗ് ഇട്ടുമെന്ന്. ഈ വ്ളോഗ് ഞാൻ എന്തിനിട്ടു? ചെറി ബ്ലോസം കാണാൻ പോയി എന്ന് പറഞ്ഞ് മാത്രമല്ല, ചെറി ബ്ലോസം കാണാൻ പോയിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമുക്കിടാം. ബിക്കോസ് ദിസ് ഇസ് പാർട്ട് ഓഫ് ലൈഫ്, ദിസ് ഇസ് വാട്ട് ഹാപ്പൻ ടുഡേ. ഇന്നെനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത്. സോ യാ, ബട്ട് ദാറ്റ്സ് ഓക്കെ. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു കൈൻഡ് ഓഫ് സന്തോഷം കിട്ടും. ഇന്നിപ്പം നമുക്ക് തൽക്കാലം ആ ഒരു സന്തോഷം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് പോയിട്ട് അവിടെ ആക്ച്വലി ബൺമസ്കെ നമ്മുടെ നാട്ടിലെ തനിമയിൽ ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന തനിമയെന്ന് പറഞ്ഞ കടയിൽ നമ്മുടെ നാട്ടിലെ ബൺമസ്കയും ചായയും കിട്ടും. ആക്ച്വലി ഞാൻ നാട്ടിലെ ബൺമസ്കയും ചായയും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒറിജിനലി ഇത് തന്നെയാണോ എന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഐറ്റം ഭയങ്കര അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ലാസ്റ്റ് ടൈം ഞാൻ പോയി കഴിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ക്രീം അവർ ഭയങ്കരമായിട്ട് കുറച്ചു. അതെങ്ങനെയാണല്ലോ ഏത് കടയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര നമുക്ക് വാരിക്കോരി തരും. പിന്നെ അവർക്ക് കിട്ടേണ്ടതായ ഒരു ഹൈപ്പ് കിട്ടി കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം വെട്ടിക്കുറയ്ക്കും. അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഓർ മേ ബി അന്ന് ചെന്നപ്പോഴത്തേക്കും ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങൾക്ക് അന്നത്തെ ദിവസം മാത്രം പ്രശ്നമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് പോയിട്ട് ഞാൻ എന്തായാലും ബൺമസ്കയും ചായയും ഓർഡർ ചെയ്യും. ഇത് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ചിലപ്പോൾ മിക്കവാറും ഇന്ന് ബൺമസ്കയും ചായയും കിട്ടത്തില്ലായിരിക്കും, അത് വേറെ കാര്യം. ബട്ട് ലെറ്റ്സ് സീ, പോയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ചിലപ്പോൾ കിട്ടിയാലോ, ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. എനിക്ക് ആക്ച്വലി നല്ല ബിരിയാണി കഴിക്കാനുള്ള മൂടുണ്ട്. പക്ഷേ ഈ ഒരു വൈബിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഐ തിങ്ക് കുറച്ച് ചായയും സ്നാക്സും ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സോ നമുക്ക് പോയി നോക്കാം അവിടെ എന്താ ഉള്ളത്.
നമ്മൾ നല്ല ചായയും പരിപ്പുവടയും കടികളും എന്നൊക്കെ പറഞ്ഞാണ് വന്നതെങ്കിലും അവിടെ വന്ന് മെനു ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മൈൻഡ് മാറി. ചക്കപ്പുഴുക്കിലും മീൻകറിയിലും തുടങ്ങി അവസാനം ഞാൻ പറഞ്ഞ പോലെ ബിരിയാണിയിൽ അത് കൊണ്ടുവന്ന് എത്തിച്ചു. പക്ഷേ ഞാൻ ബൺ മസ്കയും ചായയും മറന്നില്ല കേട്ടോ. അത് ഞാനൊരു 3 വെട്ടി വിഴുങ്ങി. ആൻഡ് ബൈ ദ ബൈ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ മതിമറന്നിരുന്നത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഇനിയിപ്പോൾ എന്തായാലും ഗ്രോസറി ഷോപ്പിംഗ്, ചുമ്മാ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് സാധനമൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് ഓഷ്യൻസ് വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെറി ബ്ലോസം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണെങ്കിലും ചെറി ബ്ലോസം കണ്ടില്ല. പക്ഷേ ഓക്കെ, എന്നാൽ പിന്നെ ഒരു സാറ്റർഡേ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്കധികം അങ്ങനെ സാധനമൊന്നും മേടിക്കാനില്ല. പക്ഷേ ഓഷ്യൻസിൽ എന്താണ് കിട്ടുന്നത്, ഓഷ്യൻസ് എന്താണെന്നൊക്കെ കാണിച്ചാൽ ഇവിടെ ആക്ച്വലി പല സൂപ്പർ മാർക്കറ്റിലും, വാൾമാർട്ടിൽ അങ്ങനെയില്ല, പക്ഷെ അല്ലാതുള്ള ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ഫുഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ടേക്ക് ഔട്ട് ബോക്സസ് കാണും. അത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ അതിന് വെയ് ചെയ്തിട്ട് വെയിറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടത്. ഈ ഓഷ്യൻസ് ആക്ച്വലി ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഏഷ്യൻസ് കഴിക്കുന്ന പല വെറൈറ്റി ഓഫ് സ്നാക്സ് ആൻഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് ഇങ്ങനെയുള്ള ഈ ലൈവ് ഫിഷും ലോബ്സ്റ്റേഴ്സ്, അങ്ങനെ ഈ സീ ഫുഡ് ഐറ്റംസിൽ വരുന്ന, നിങ്ങൾ ഈ സംഭവം കണ്ടിട്ടുണ്ടോ? ഞാനിത് റീൽസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഈ സാധനം റിയലായിട്ട് കാണുന്നത്. പക്ഷേ ഇതങ്ങനെ വെട്ടിക്കണ്ടിച്ച് വേവിച്ച് കഴിച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെന്നാണ് ഞാൻ പല റീൽസിലും കണ്ടിട്ടുള്ളത്. എന്തായാലും ഞാനതൊന്നും മേടിക്കാൻ പോകുന്നില്ല, കഴിക്കാനും പോകുന്നില്ല. ഇവിടെ അങ്ങനെ പല വെറൈറ്റി ഓഫ് ഈ സീ ഫുഡ് ഐറ്റംസ്, ഇങ്ങനെ ഈ ജീവനുള്ള ജീവികളുണ്ടായിരുന്നു. എന്തായാലും ഒന്നും മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് വെട്ടിക്കണ്ടിച്ച് കറി വെക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയില്ല. അങ്ങനെ അതെല്ലാം കണ്ടിങ്ങനെ വന്നപ്പോഴാണ് ദേണ്ടടാ നമ്മുടെ ഐറ്റം ചക്ക ഗായ്സ്, ചക്ക. ഇത് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനൊരു മരത്തിൻ്റെ സെറ്റപ്പും പിന്നെ അതിൻ്റെ താഴെ കുറേ ചക്കയും. വില കണ്ടോ, ഇപ്പോൾ kg 1.39 എന്തോ ആയിരുന്നു. പക്ഷെ കാണുന്ന മരം എന്തായാലും നമ്മുടെ ചക്കമരം അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പല വെറൈറ്റി ഓഫ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഓഷ്യൻസിൽ നിന്ന് മേടിച്ച ആകെ 2 പാക്കറ്റ് മാംഗോസ്റ്റിൻ മാത്രമാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വണ്ടി കയറിയപ്പോൾ ഇതാണ് എൻ്റെ അച്ചുകുട്ടി. അവൾ എന്നൊരു യാത്ര പോയായിരുന്നു. അപ്പോൾ അവളോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് അവൾ എനിക്ക് ടാറ്റ ബൈ ബൈ ഉമ്മയൊക്കെ തന്നിട്ട് പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇതായിരുന്നു എൻ്റെ ഒരു ഓഫ് ഡേ, ഒരു സാറ്റർഡേ. എൻ്റെ അമ്മ പറയുന്ന പോലെ എമ്മയും ജിയോ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ കവന്ന് വീഴും. അതുകൊണ്ട് മാംഗോ കണ്ടാലും മാംഗോസ്റ്റിൻ കണ്ടാലും എനിക്ക് ആ മാംഗോസ്റ്റിൻ മേടിച്ചപ്പോൾ തൊട്ട് എങ്ങനെയും വീട്ടിലെത്തിയൊന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ 2 പാക്കറ്റാണ് മേടിച്ചെങ്കിലും ഞാൻ വീട്ടിൽ വന്ന് കയറിയ പാടെ തന്നെ ഒരു പാക്കറ്റ് ഫുള്ള് കഴിച്ച് തീർത്തു. പിന്നെ നിങ്ങളെ കാണിച്ചില്ലോ എന്ന് ഓർത്ത് ഓടിപ്പോയി താഴെ പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വീഡിയോ ആണത്. ഓൾസോ എൻ്റെ ഫുൾ ലുക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോലം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.